ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന കോളിഫ്ലവർ പിക്കിളാണ്. കോളിഫ്ലവർ പിക്കിൾ നല്ല ഒരു സാലഡ്സിലൊക്കെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ സൈഡിലൊന്ന് സെർവ് ചെയ്യാനും നല്ലൊരു പിക്കിളാണ്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. കോളിഫ്ലവർ പോലെ തന്നെ ഇത് ക്യാരറ്റും ബീറ്റ്റൂട്ടും വേറെയും വെജിറ്റബിൾസ് വെച്ച് ചെയ്യാം. ഇന്ന് ഞാൻ കോളിഫ്ലവർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സിമ്പിൾ പിക്കിൾ. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും നല്ലത് നമ്മുടെ ചെറിയ അല്ലിയുള്ള വെളുത്തുള്ളി എടുക്കലാണ്. ഇവിടെ ഇന്ന് വലിയ ക്ലോവ്സ് ഗാർലിക് ആയതുകൊണ്ട് ഞാനത് നീളത്തിൽ 2-3 പീസായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അരിയാത്ത ചെറിയ അല്ലിയുള്ള വെളുത്തുള്ളി ആണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. കളർ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്റ്റീം ചെയ്യാൻ പോവാണ്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ മൈക്രോവേവിൽ വെച്ച് എളുപ്പത്തിൽ സ്റ്റീം ചെയ്യും. ഇതുപോലെ ഒരു സ്റ്റീമിങ് റാക്കിൽ അടിയിൽ വെള്ളം, മുകളിലത്തെ തട്ടിൽ നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 1 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി, അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ച് സ്റ്റീം ചെയ്യാം. വെള്ളത്തിൽ തിളപ്പിക്കണ്ട. പിന്നെ ഇവിടെ 350 ഗ്രാം കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഒരു മുളകും ചേർത്തിട്ടുണ്ട്. അത് ഉപ്പും വെള്ളത്തിൽ, നല്ല ഉപ്പിട്ട വെള്ളത്തിൽ ഒരു 10-20 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അതിനുശേഷം അത് ഡ്രെയിൻ ചെയ്യാം. അപ്പോൾ സ്റ്റീം ചെയ്ത വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട്. 1 മിനിറ്റ് സ്റ്റീം ചെയ്തത്. ഇത് ചൂടാറാൻ മാറ്റി വെക്കാം. ഇനി ഇവിടെ ഒരു 1.5 കപ്പ് വിനെഗറും 1.5 കപ്പ് വെള്ളം കൂടി രണ്ടും കൂടി ചേർത്ത് ഒരു സോസ് പാനിൽ ചൂടാക്കി ഒന്ന് തിളപ്പിക്കാൻ പോവുകയാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായി തിളച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്താൽ മതി. നമ്മുടെ ചൂടാറിയ ആ ഉപ്പും വിനെഗറും വെള്ളവും, അതിലേക്ക് സ്റ്റീം ചെയ്ത് ചൂടാറിയ വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന നമ്മുടെ കോളിഫ്ലവറും മുളകും. ഇത് കോളിഫ്ലവറും മുളകിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇലകൾ ചേർക്കാം. ഡിൽ ലീവ്സ് ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ്. അതുപോലെ പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താലും നല്ലതാണ്. ഞാൻ ഇടയ്ക്ക് ചേർക്കാറുണ്ട്. പിന്നെ ഇത് നമുക്ക് ഈ വിനെഗർ സൊല്യൂഷനിൽ ഇട്ടിട്ട് വെക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം തിളപ്പിച്ച വെള്ളത്തിൽ കഴുകി സ്റ്റെറിലൈസ് ചെയ്ത ചില്ലിൻ്റെ കുപ്പികളിൽ ഇത് ഇട്ട് വെക്കാം. ഇത് 1 മാസത്തോളമൊക്കെ ഇരിക്കും. നല്ല ക്രഞ്ചി ആയിട്ടുള്ള കാരണം എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സാലഡ്സിലൊക്കെ ഇടാറുണ്ട് ഞാൻ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.